Hi everybody, welcome back and this is Melo guys. ഇന്നത്തെ ഒരു ബെസ്റ്റ് റിയൽമി ഫോൺ അണ്ടർ 10K. അപ്പോൾ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ താഴെ ബെസ്റ്റ് റിയൽമിയുടെ കുറച്ച് ഫോൺസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് ഫോൺസ് ആണ്. ഇത് പഴയ ഫോൺ ആണെങ്കിലും നമുക്ക് ഈ ഇയർ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ല കുറച്ച് ഫോൺസുകളാണ്. അപ്പോൾ നമുക്ക് വെച്ച് ലേറ്റ് ആകേണ്ട നേരെ വീഡിയോ ഇട്ടിടാം. ഫസ്റ്റ് നമ്മുടെ ലിസ്റ്റ് വരുന്നത് നിങ്ങളൊരു 8,000 രൂപയ്ക്ക് റിയൽമിയുടെ ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ റിയൽമിയുടെ C51 എന്നൊരു സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഓഫർ ടൈമിലായിരിക്കും നിങ്ങൾക്ക് ഒരു 8K ഒരു 8,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കിട്ടുക. അപ്പോൾ ഇപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഇപ്പോൾ ഈ ഫോണിൻ്റെ വില കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു 8,000 റുപ്പീസിന് നിങ്ങൾക്ക് ഓഫർ ടൈമിൽ ഈ ഫോൺ കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ 6.74 ഇഞ്ചിൻ്റെ ഒരു IPS LCD ഡിസ്പ്ലേ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 90 ഹെർട്സിൻ്റെ ഒരു റിഫ്രഷ് റേറ്റും കൂടി വരുന്നുണ്ട്. പിന്നെ 560 നിറ്റ്സിൻ്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 90 ഹെർട്സ് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 90 ഹെർട്സ് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. പ്രൊസസ്സർ നോക്കിയാൽ യൂണിസോക്ക് ടൈഗർ T612 എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. Android 30 ബേസ് ചെയ്താണ് വരുന്നത്. ക്യാമറ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. പ്രൈമറി ലെൻസ് നോക്കുമ്പോൾ ഒരു 50 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ലെൻസ് ആണ് വരുന്നത്. ഒരു 8 മെഗാ പിക്സലിൻ്റെ ഒരു സെക്കൻഡറി ലെൻസും കൂടി വരുന്നുണ്ട്. പിന്നെ ഒരു 5 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൽ 4K വീഡിയോ റെക്കോർഡിംഗ് ഒന്നും സപ്പോർട്ട് അല്ല. 1080p വരെയാണ് മാക്സിമം വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ആവുന്നത്. നെക്സ്റ്റ് ബാറ്ററി സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 5000 mAh ബാറ്ററിയാണ് അവർ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഒരു 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് കൂടി വരുന്നുണ്ട്. അത് ഈ ഒരു പ്രൈസ് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. അതർ സ്പെക്ക് നോക്കിക്കഴിഞ്ഞാൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. അതേപോലെ തന്നെ 3.5 mm ഒരു ഓഡിയോ ജാക്ക് കൂടി വരുന്നു. പിന്നെ ഈ ഫോൺ എത്ര വേരിയന്റിലാണ് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് നോക്കി നോക്കാം. 64GB 3GB റാം വേരിയന്റ്, 64GB 4GB റാം വേരിയന്റ്, 128GB 4GB റാം വേരിയന്റ്, 256GB 6GB റാം വേരിയന്റ്. പിന്നെ മിൻ ഗ്രീൻ, കാർബൺ ബ്ലാക്ക് ഈ 2 കളർ വേരിയന്റിലും കൂടെ ആയിരിക്കും ഈ ഫോൺ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഈ ഫോണിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫോണായിട്ട് എനിക്ക് തോന്നി. ഒരു 8K ബഡ്ജറ്റ്. അപ്പോൾ സെക്കൻഡ് നമ്മുടെ ലിസ്റ്റിൽ വരുന്ന റിയൽമിയുടെ C55 എന്ന സ്മാർട്ട് ഫോണാണ്. ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 8,865 രൂപ. കുറച്ച് രൂപയും കൂടെ ഒരു 865 രൂപയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോൺ നോക്കാം. അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 6.72 ഇഞ്ചിൻ്റെ ഒരു IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ വരുന്നുണ്ട്. അതേപോലെ തന്നെ 90 ഹെർട്സിൻ്റെ ഒരു റിഫ്രഷ് റേറ്റും കൂടി ഇതിലും വരുന്നുണ്ട്. പിന്നെ 90 ഹെർട്സിൻ്റെ ഒരു റിഫ്രഷ് റേറ്റ് ഈ പ്രൈസിൽ കിട്ടുന്നുണ്ട്, നല്ലൊരു കാര്യം. അതേപോലെ തന്നെ 680 നിറ്റ്സിൻ്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് കൂടി വരുന്നുണ്ട്. പ്രൊസസ്സർ സൈഡ് നോക്കുമ്പോൾ MediaTek Helio G88 എന്നൊരു പ്രൊസസ്സറാണ് വരുന്നത്. അതേപോലെ തന്നെ Android 40 ബേസ് ചെയ്താണ് ഈ ഫോൺ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്യാമറ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. പ്രൈമറി ലെൻസ് നോക്കുമ്പോൾ ഒരു 64 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ലെൻസും അതേപോലെ തന്നെ ഒരു 2 മെഗാ പിക്സലിൻ്റെ ഒരു സെക്കൻഡറി ലെൻസും കൂടിയാണ് വരുന്നത്. നെക്സ്റ്റ് ഒരു 8 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയും കൂടി മുന്നിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമറയിൽ നമുക്കൊരു 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ആകത്തില്ല. മറ്റേ ഫോണിൽ പോലെ തന്നെ ഇതൊരു 1080p ഒരു വീഡിയോ റെക്കോർഡിംഗ് ഇതിൽ സപ്പോർട്ട് ആവുന്നത് മാക്സിമം. പിന്നെ ബാറ്ററി സൈഡ് നോക്കിക്കാൻ ഒരു 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഒരു 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് 33ൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒരു നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. അതർ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും അതേപോലെ തന്നെ 3.5 mm ഒരു ഓഡിയോ ജാക്കും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഫോൺ എത്ര വേരിയന്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് നോക്കി നോക്കാം. 64GB 4GB റാം വേരിയന്റ്, 64GB 6GB റാം വേരിയന്റ്, 128GB 4GB റാം വേരിയന്റ്, 128GB 6GB റാം വേരിയന്റ്, 128GB 8GB റാം വേരിയന്റ്, 256GB 8GB റാം വേരിയന്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും വേരിയന്റ് ഈ ഫോൺ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നുണ്ട്. റെയിനി നൈറ്റ്, റെയിൻ ഫോറസ്റ്റ് ഈ ഒരു കളർ വേരിയന്റിലായിരിക്കും ഈ ഫോൺ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. ആൻഡ് 8,865 രൂപ ഉണ്ടെങ്കിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫോണാണ്. അപ്പോൾ തേർഡ് വരുന്ന സ്മാർട്ട് ഫോൺ ഏത് നോക്കിക്കഴിഞ്ഞാൽ അതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പം എമൗണ്ട് കുറവാണ്. ഇപ്പോൾ ഒരു 6,000 അല്ലെങ്കിൽ 7,000-ൻ്റെ അകത്ത് നിങ്ങളുടെ കയ്യിൽ എമൗണ്ട് ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ വരുന്നുണ്ട്. റിയൽമിയുടെ C30s എന്ന സ്മാർട്ട് ഫോൺ. ആ സ്മാർട്ട് ഫോണിൻ്റെ സ്പെക്ക് നോക്കിയാൽ അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു പ്രൈസ് റേഞ്ച് സ്പെക്കും കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സൊക്കെ കുറവാണ്. എങ്കിലും കുറച്ച് ബേസിക് സ്പെക്കും ഫീച്ചേഴ്സൊക്കെ ആയിരുന്ന ഒരു ഫോണാണ് ഈ ഒരു ഫോൺ. നമുക്ക് സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. ആദ്യം തന്നെ പറയാനുള്ളത് HD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് ഡിസൈൻ നോച്ചാണ് വരുന്നത് ഫ്രണ്ടിൽ. അതേപോലെ തന്നെ പഞ്ചോളല്ല വരുന്നത്. ഈ പ്രൈസ് നമുക്ക് പഞ്ചോള് കിട്ടത്തില്ല, അത് വേറെ കാര്യം. പ്രൊസസ്സർ നോക്കിക്കഴിഞ്ഞാൽ യൂണിസോക്ക് ടൈഗർ T612 എന്ന പ്രൊസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. Android 11 ബേസ് ചെയ്താണ് ഈ ഫോൺ വരുന്നത്. നെക്സ്റ്റ് ക്യാമറ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിംഗിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്.
പ്രൈമറി ലെൻസ് നോക്കുമ്പോൾ 8 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ലെൻസാണ് അവിടെ വരുന്നത്. ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയും കൂടിയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്പെക്കും ക്യാമറ സ്പെക്കും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. ആൻഡ് ബാറ്ററി സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 10 വാട്ടിൻ്റെ ഒരു വയേർഡ് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ടാണ്. പിന്നെ അതിൻ്റെ അതർ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. ഇനി എത്ര വേരിയൻറ്റിൽ ഈ ഫോൺ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് നോക്കി നോക്കാം. 32GB 2GB RAM വേരിയൻറ്റ്, 32GB 3GB RAM വേരിയൻറ്റ്, 64GB 4GB RAM വേരിയൻറ്റ്, പിന്നെ ലൈറ്റ് ബ്ലൂ, ബാംബൂ ഗ്രീൻ ഈ 2 കളർ വേരിയൻറ്റിലേക്ക് ഈ ഫോൺ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. ഒരു പ്രൈസ് റേഞ്ച് ഒരു ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ ആയിട്ട് വരുന്നൊരു ഫോണായിട്ട് തോന്നി. ആൻഡ് ഫോർത്ത് നമ്മൾ ലിസ്റ്റ് വരുന്ന ഏത് ഫോണെന്ന് നോക്കിക്കഴിഞ്ഞാൽ റിയൽമിയുടെ 10 എന്ന ഫോണാണ്. ഈ ഒരു ഫോണിൻ്റെ ബഡ്ജറ്റ് നോക്കിക്കഴിഞ്ഞാൽ കറൻറ്റ്ലി ഇപ്പോൾ 60,000 ആണ് കാണിക്കുന്നത്. എങ്കിലും നിങ്ങൾക്ക് ഒരു ഓഫർ ടൈമിൽ ഈ ഒരു ഫോൺ ഒരു 11,000-നും 10,000-നും അകത്തായിട്ട് കിട്ടും. ഒരു 10,000-നും 11,000-നും അകത്തായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സും സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 6.4 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. അത് ടോപ്പ് സെൻറ്ററിൽ സൈഡിലായിട്ടാണ്. അതേപോലെ തന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു 1000 നിറ്റ്സിൻ്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് കൂടി ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ ഒരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ പ്രൊസസ്സർ നോക്കുമ്പോൾ MediaTek Helio G99 എന്ന പ്രൊസസ്സറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ Android 12 ബേസ് ചെയ്താണ് ഈ ഫോൺ വരുന്നത്. പിന്നെ നെക്സ്റ്റ് ക്യാമറ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ് അവിടെ വരുന്നത്. പ്രൈമറി ലെൻസ് നോക്കുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ലെൻസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു സെക്കൻഡറി ലെൻസും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. 16 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയും കൂടി വരുന്നുണ്ട്. ഒരു കാര്യം ഓർക്കുക, 4K വീഡിയോ റെക്കോർഡിംഗ് ഒന്നും സപ്പോർട്ടല്ല. 1080p വരെയാണ് ഇതിലൊരു മാക്സിമം വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ആവുന്നത്. ആൻഡ് നെക്സ്റ്റ് ബാറ്ററി സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 5000 mAh ബാറ്ററിയാണ് അവർ അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ കുറച്ച് അതർ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്. അതേപോലെ തന്നെ 3.5 mm ഒരു ഓഡിയോ ജാക്കും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ ഫോൺ എത്ര വേരിയൻറ്റിലാണ് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് നോക്കി നോക്കാം. 64GB 4GB RAM വേരിയൻറ്റ്, 128GB 4GB RAM വേരിയൻറ്റ്, 128GB 6GB RAM വേരിയൻറ്റ്, 128GB 8GB RAM വേരിയൻറ്റ്, 256GB 8GB RAM വേരിയൻറ്റ്. പിന്നെ വൈറ്റ് ആൻഡ് ബ്ലൂ ഈ 2 കളർ വേരിയൻറ്റിലായിരിക്കും ഈ ഫോൺ അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ടെക് ഡീറ്റെയിൽ റിവ്യൂസും അതേപോലെ തന്നെ മൂവി റിവ്യൂസും ടീസർ റിയാക്ഷനൊക്കെ എൻ്റെ വീഡിയോയിൽ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടില്ലാത്തവരേക്ക് ഞാൻ ലാസ്റ്റ് എൻ്റെ സ്ക്രീനായിട്ട് കൊടുത്തേക്കും. ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടുനോക്കാം. നിങ്ങൾക്ക് അതിൻ്റെ ഫോണിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി. ആ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ കൺസിഡർ ചെയ്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മാക്സിമം ഷെയർ ചെയ്യാൻ പറയില്ല. ദിസ് ഇസ് മൈ സൈൻ.